ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗേജ് വേൾഡ്. നമുക്കിന്ന് സ്ക്രൂ ഗേജ് അഥവാ മൈക്രോമീറ്റർ പരിചയപ്പെടാം. വില്യം ഗാസ്കോയിൻ എന്നൊരു ഇംഗ്ലീഷ് ആസ്ട്രോണമറാണ് ഈ മൈക്രോമീറ്റർ ആദ്യമായി കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബേസിക്കലി ഇത് 3 ടൈപ്പാണ് വരുന്നത്: ഇൻസൈഡ് മൈക്രോമീറ്റർ, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഡെപ്ത് മൈക്രോമീറ്റർ. നമുക്കൊരു മൈക്രോമീറ്ററിൻ്റെ പാർട്സ് പരിചയപ്പെടാം. ഇതൊരു 0 to 25 mm ഔട്ട്സൈഡ് മൈക്രോമീറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗമാണ് മെഷറിംഗ് ഫേസ്. ലെഫ്റ്റ് സൈഡിലത്തെ മെഷറിംഗ് ഫേസ് ആൻവിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലത്തെ മെഷറിംഗ് ഫേസിന് പറയുന്ന പേര് സ്പിൻഡിൽ. ഓക്കെ, പിന്നെ ഈ സ്കെയിൽ വന്നേക്കുന്ന ഈ ഏരിയയാണ് ബാരറ്റ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം തിമ്പിൾ. ലാസ്റ്റ് എൻഡിൽ വരുന്നതാണ് റാച്ചറ്റ് സ്റ്റോപ്പ്. ഇതാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത്. ഇതൊരു 0 to 25 mm ഡിജിറ്റൽ മൈക്രോമീറ്ററാണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇതുകൊണ്ട് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം എന്ന് നോക്കാം. എൻ്റെ ഒരു കോയിനുണ്ട്. നമുക്ക് ഈ കോയിൻ്റെ തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈക്രോമീറ്ററിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് എക്സാമ്പിളാണ്. ഇത് വെച്ചതിന് ശേഷം ഈ റാച്ചറ്റ് സ്റ്റോപ്പ് തിരിക്കുക. അപ്പം നമുക്ക് കാണാം 1.342 mm ആണ് ഈ കോയിൻ്റെ തിക്നെസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതൊരു എക്സ്റ്റൻഷൻ ട്യൂബ് ഇൻസൈഡ് മൈക്രോമീറ്ററാണ്. അതിൻ്റെ മൈക്രോമീറ്റർ ഹെഡാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്റ്റൻഷൻ ട്യൂബുകൾ വരുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതിൻ്റെ മെഷറിംഗ് ഫേസാണ് വരുന്നത്. ഇത് നമ്മൾ മെഷർ ചെയ്യേണ്ട ആ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന എക്സാമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇതൊരു 50 mm എക്സ്റ്റൻഷൻ ട്യൂബാണ്. നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡത്തെ ഈ പീസ് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഈ എക്സ്റ്റൻഷൻ ട്യൂബ് അവിടെ കയറ്റി ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റിമൂവ് ചെയ്ത പീസ് എടുത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ഇതൊരു ഇൻ്റർചേഞ്ചബിൾ റോഡ് ഡെപ്ത് മൈക്രോമീറ്ററാണ്. ഇത് ബേസ് മോഡലാണ്. 0 to 100 mm വരുന്നൊരു നോർമൽ മൈക്രോമീറ്ററാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്റ്റൻഷൻ റോഡുകൾ വരുന്നുണ്ട്. അത് യൂസ് ചെയ്താണ് 100 mm മെഷർ ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ബേസാണ്. 63.5 mm ബേസാണ് വരുന്നത്. മെഷറിംഗ് ഫേസ് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് നോർമലി ബേസ്, ബാരറ്റ്, തിമ്പിൾ, റാച്ചറ്റ് സ്റ്റോപ്പ്, അങ്ങനെയാണ് ഇതിൻ്റെ സ്പെയറുകൾ വരുന്നത്. പിന്നെ ഇവിടെയായിട്ടൊരു തിമ്പിൾ ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസ് മോഡലായിട്ടുള്ളൊരു ഡെപ്ത് മൈക്രോമീറ്റർ വരുന്നത്. ഇതൊരു ഇൻ്റർചേഞ്ചബിൾ ആൻവിൽ മൈക്രോമീറ്ററാണ്. ഇത് 0 to 150 mm ആണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സെറ്റിംഗ് റോഡുകൾ വരുന്നുണ്ട്. ഇതൊരു 150 mm സെറ്റിംഗ് റോഡാണ് വരുന്നത്. ഓക്കെ, ഇത് അപ് ടു 1000 mm വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു. സീ യു സൂൺ. ബൈ.